പഞ്ചാബ് ചണ്ഡീഗഡിലെ BJP ഓഫീസിന് സമീപം അപ്രതീക്ഷിത സ്ഫോടനം. നഗരത്തെ നടുക്കിയ സംഭവത്തിൽ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കി. ബുധനാഴ്ച വൈകുന്നേരം 4:30ഓടെയാണ് ചണ്ഡീഗഡിലെ സെക്ടർ 37-ലുള്ള പഞ്ചാബ് BJP ഓഫീസിന് പുറത്ത് സ്ഫോടനമുണ്ടായത്. വളരെ ദൂരേക്ക് വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വലിയ ശബ്ദം കേട്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രദേശം പൂർണ്ണമായും സീൽ ചെയ്തു. ഒപ്പം ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ സംഭവത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. ആദ്യം ഇതൊരു വെറും ബാറ്ററി പൊട്ടിത്തെറിച്ച ആണെന്ന് അങ്ങനെ ഒരു സംഭവമായിരിക്കും എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. ഇതൊരു ചെറിയ നാടൻ ബോംബ്, ക്രൂഡ് ബോംബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു ബോംബ് ആക്രമണമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ചണ്ഡീഗഡ് SSP കൻവർദീപ് കൗർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വൈകുന്നേരം 5 മണിയോടെയാണ് സ്ഫോടനം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഒരു ചെറിയ നാടൻ ബോംബ് ഇവിടേക്ക് എറിഞ്ഞതായിട്ടാണ് സംശയിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്ഫോടനത്തിന് പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങളും പുറത്തു വന്നു. കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ഏത് ഓഫീസിന് മുന്നിലാണ് സ്ഫോടനം നടന്നത് എന്നതിലല്ല കാര്യം, മറിച്ച് പഞ്ചാബിലെ ക്രമസമാധാന നില ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അദ്ദേഹം ANIയോട് വ്യക്തമാക്കി. ഭരണസിരാ കേന്ദ്രത്തിന് സമീപം പട്ടാപ്പകൽ ഇത്തരം ഒരു സംഭവം നടന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ ജാഗ്രതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. നിലവിൽ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നതതല അന്വേഷണമാണ് നടക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA, ഫോറൻസിക് സയൻസ് ലബോറട്ടറി, ചണ്ഡീഗഡ് പോലീസ്, ക്രൈംബ്രാഞ്ച്, ക്രൈം സെൽ എന്നിവരുടെ സംയുക്ത സംഘം സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്, യഥാർത്ഥ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ്. വിശ്വസിക്കുക വേണ്ട.